39ാം പിറന്നാളിനു മുന്നേ അയാൾ ആഘോഷങ്ങൾ തുടങ്ങുന്ന കാഴ്ച. മെസ്സി മാജിക്കിൽ അമ്പരന്നിരിക്കുകയാണ് ഫുട്ബോൾ ലോകം. ലാസ്റ്റ് ഡാൻസ് ആണെങ്കിലും 38ാം വയസ്സിലും കളിക്കളത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന മെസ്സി അർജന്റീനിയൻ ആരാധകർക്ക് പകർന്നു നൽകിയത് ജീവശ്വാസത്തോളം പോന്ന ആവേശമാണ്. അമേരിക്കയിലെ AT&T സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ ഓസ്ട്രിയയെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് അർജന്റീന പരാജയപ്പെടുത്തിയത്. മത്സരത്തിന്റെ 39ാം മിനിറ്റിൽ ആദ്യ ഗോൾ നേടിയ നായകൻ ലയണൽ മെസ്സി ഇഞ്ചുറി ടൈമിന്റെ 5ാം മിനിറ്റിൽ തന്റെ 2ാമത്തെ ഗോളും വലയിലെത്തിച്ച് ടീമിന്റെ വിജയം ഉറപ്പിച്ചു. അതോടെ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമായി മെസ്സി മാറി. ലോകകപ്പിലെ ഗോൾ വേട്ടക്കാരുടെ പട്ടികയിൽ തലപ്പത്തുണ്ടായിരുന്ന മുൻ ജർമ്മൻ സ്ട്രൈക്കർ ക്ലോസെയാണ് മെസ്സി മറികടന്നത്. ഓസ്ട്രിയക്കെതിരെ ആദ്യമായി വല കുലുക്കിയതോടെ മെസ്സിക്ക് 17 ഗോളുകളായി. അൾജീരിയക്കെതിരെ മിന്നിയ മെസ്സി തകർപ്പൻ ഹാട്രിക് കുറിച്ചതോടെയാണ് ഗോൾ നേട്ടം 16ആയി ഉയർന്നത്. 15 ഗോളുകൾ നേടിയ ബ്രസീലിയൻ ഇതിഹാസം റൊണാൾഡോ ആണ് മൂന്നാമത്. മലയാളികളെ സംബന്ധിച്ച് മെസ്സി വെറും ഒരു ആരാധനാപാത്രം മാത്രമല്ല, അത്രമേൽ തങ്ങളെ അടിമപ്പെടുത്തുന്ന വികാരം കൂടിയാണ്. അതുകൊണ്ടുകൂടിയാണ് ഫിഫ വേൾഡ് കപ്പിന്റെ ഔദ്യോഗിക പേജിൽ പോലും മെസ്സിക്കൊപ്പം മലയാളത്തിൽ 10ൽ 10 പ്രത്യക്ഷപ്പെട്ടത്. വലിയ ഫ്ലെക്സുകളിലോ വാതുവെപ്പിലോ വീരവാദത്തിലോ അല്ല, കുറുകിയ കാലുകളുള്ള ആ മനുഷ്യനിലാണ് ഫുട്ബോൾ ലോകം മുഴുവൻ എന്ന് തെളിയിക്കുന്നതായിരുന്നു 100ാമത്തെ വയസ്സിലും പ്ലക്കാർഡ് മേന്തി ഗ്യാലറിയിലെത്തിയ ആരാധകർ പോലും. ഏത് വമ്പന്മാരെയും വിറപ്പിക്കുന്ന ഹൈ പ്രസിംഗ് ഫുട്ബോൾ തന്നെയാണ് റാൽഫ് റാഗ്നിക് എന്ന തന്ത്രശാലിയായ പരിശീലകൻ പുറത്തെടുത്തത്. താരങ്ങളെ ഒരുക്കി നിർത്തിയതും അങ്ങനെ തന്നെയായിരുന്നു. അവിടെ ലോക ചാമ്പ്യന്മാരെ തറ പറ്റിക്കാമെന്ന് കണക്കുകൂട്ടി. അതിൽ ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്തു. പക്ഷേ അയാളുടെ കണക്കുകൂട്ടലുകൾക്കപ്പുറം നിൽക്കുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. അയാൾക്ക് അയാളുടേതായ ചില സമവാക്യങ്ങൾ. റാൽഫ് റാഗ്നിക് എന്നല്ല, ലോകത്ത് മറ്റൊരാൾക്കും മനസ്സിലാകാത്ത അയാളുടെ പന്താട്ടത്തിന് മറുപടി കൊടുക്കാനാകാതെ ഓസ്ട്രിയ കുഴങ്ങുന്ന കാഴ്ച. കളിയിലും കണക്കിലും ഒന്നാമതെത്തി മെസ്സി ചരിത്രം എഴുതിയപ്പോൾ അർജന്റീന നോക്കൌട്ടിലേക്ക്. മത്സരം ആരംഭിച്ചതു മുതൽ പന്ത് കൈവശം വെച്ച് ആധിപത്യം ഉറപ്പിക്കാനാണ് ലയണൽ മെസ്സിയും സംഘവും ശ്രമിച്ചത്. മൈതാനത്ത് ആധിപത്യം ഉറപ്പിച്ചാൽ അതുവഴി ഗോൾ അടിക്കാമെന്നും കണക്കുകൂട്ടി. അങ്ങനെയാണ് സ്കലോണി ടീമിനെ ഒരുക്കി നിർത്തിയത്. 4-1-3-2 ഫോർമേഷനിലാണ് അർജന്റീന കളിച്ചത്. മെസ്സിയെയും ലൗട്ടാരോ മാർട്ടിനസിനെയും മുന്നേറ്റ നിരയിലിറക്കി ഓസ്ട്രിയൻ പൂട്ട് പൊളിക്കാനാണ് സ്കലോണി തന്ത്രം മെനഞ്ഞത്. എന്നാൽ ഓസ്ട്രിയൻ മധ്യനിര ശക്തമായ നിലയുറപ്പിച്ച് അർജന്റീനയുടെ നീക്കങ്ങൾക്ക് തടയിടുന്നതും ആദ്യം തന്നെ കണ്ടു. ഹൈ പ്രസിംഗ് ഗെയിം തന്നെയാണ് 2ാം മത്സരത്തിലും ഓസ്ട്രിയ പുറത്തെടുത്തത്. അതോടെ അർജന്റീനയുടെ മുന്നേറ്റങ്ങളുടെ മുനയൊടിഞ്ഞു. മറിച്ച് ഓസ്ട്രിയൻ കൗണ്ടർ അറ്റാക്കുകളെ പ്രതിരോധിക്കേണ്ട സ്ഥിതിയുണ്ടായി. മൈതാനത്ത് ഒരു പൊസിഷനിൽ നിലയുറപ്പിക്കാതെ മാറി മാറിയാണ് മെസ്സി കളിച്ചത്. മൈതാന മധ്യത്തിറങ്ങി വന്ന് കളി മെനയുന്ന മെസ്സിയെയും കണ്ടു. അതുവഴി മറ്റ് അർജന്റീന താരങ്ങൾക്ക് സ്വതന്ത്രമായി കളിക്കാനുള്ള സ്പേസ് സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മെസ്സിയെ മാൻ മാർക്ക് ചെയ്യുന്ന തരത്തിലേക്ക് റാൽഫ് റാഗ്നിക് പോയതുമില്ല. ഒരർത്ഥത്തിൽ മെസ്സി അതിന് ഇട കൊടുത്തതുമില്ല. 9ാം മിനിറ്റിൽ അർജന്റീനയ്ക്ക് മുന്നിലെത്താനുള്ള അവസരവും ലഭിച്ചു. പക്ഷേ കിട്ടിയ പെനാൽറ്റി മെസ്സി നഷ്ടപ്പെടുത്തി. ഓസ്ട്രിയൻ ബോക്സിന് സമീപത്തു നിന്ന് അർജന്റീന നടത്തിയ മികച്ച നീക്കമാണ് പെനാൽറ്റിക്ക് വഴിയൊരുക്കിയത്. പന്ത് കിട്ടിയ സ്ട്രൈക്കർ ലൗട്ടാരോ മാർട്ടിനസ് ബോക്സിനുള്ളിലേക്ക് കടന്നു കയറി. എന്നാൽ പിറകിൽ നിന്ന് 2 ഓസ്ട്രിയൻ ഡിഫൻഡർമാർ മാർട്ടിനസിനെ ഫൗൾ ചെയ്ത് വീഴ്ത്തി. വാർ പരിശോധനയ്ക്ക് ശേഷമാണ് പെനാൽറ്റി അനുവദിച്ചതുപോലും. പെനാൽറ്റി എടുക്കാൻ കൂളായി എത്തിയെങ്കിലും മെസ്സിക്ക് പിഴച്ചു. പന്ത് ലക്ഷ്യത്തിലേക്ക് പോലും എത്തിയില്ല, പോസ്റ്റിന് പുറത്തേക്ക് പോയി. അതോടെ നിരാശയോടെ മടങ്ങി. ലോകകപ്പിൽ ഇത് 3ാം തവണയാണ് മെസ്സി പെനാൽറ്റി നഷ്ടപ്പെടുത്തുന്നത്. 2018-ൽ അയർലൻഡിനെതിരെയും 2022-ൽ പോളണ്ടിനെതിരെയും മെസ്സി പെനാൽറ്റി നഷ്ടപ്പെടുത്തി. ഓസ്ട്രിയക്കെതിരെയും പിഴച്ചതോടെ തുടർച്ചയായ 3ാം ലോകകപ്പിലും മെസ്സി പെനാൽറ്റി നഷ്ടപ്പെടുത്തുന്നു. പെനാൽറ്റി ഷൂട്ടൌട്ടുകൾ ഒഴിച്ചു നിർത്തിയാൽ 1966-ന് ശേഷം ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ പെനാൽറ്റി നഷ്ടപ്പെടുത്തുന്ന താരമാണ് മെസ്സി. കരിയറിൽ ഇത് 33ാം തവണയാണ് മെസ്സി ഒരു പെനാൽറ്റി നഷ്ടപ്പെടുത്തുന്നത്. അർജന്റീനയ്ക്കായി 7ാം തവണയും. എന്നാൽ ആദ്യ പകുതിയുടെ അവസാനം മെസ്സി തകർപ്പൻ ഗോളിലൂടെ പ്രായശ്ചിത്തം ചെയ്തു. മികച്ച മുന്നേറ്റത്തിനൊടുവിൽ ഇടതു വിങ്ങിൽ നിന്ന് ഫക്കുണ്ടോ മെദീനയുടെ ക്രോസ് ഓസ്ട്രിയൻ ബോക്സിലേക്ക് പതിച്ചു. അത് സ്വീകരിക്കാമായിരുന്നിട്ടും അൽമാഡ അതിന് മുതിർന്നില്ല. അൽമാഡയുടെ കാലുകൾക്കിടയിലൂടെ പന്ത് ബോക്സിന്റെ മധ്യത്തിലേക്ക് കുതിച്ചു. ഓടിയെത്തിയ മെസ്സി ഉഗ്രൻ ഫിനിഷിലൂടെ ഗോൾ അടിച്ചു.
വിങ്ങുകളിൽ നിന്ന് കാര്യമായ മുന്നേറ്റങ്ങൾ നടത്താൻ സാധിക്കാതിരുന്ന അർജന്റീനയായിരുന്നു ഓസ്ട്രിയക്കെതിരെ കണ്ടത്. അവസാനം സ്കലോണിയും പകരക്കാരെ കളത്തിലിറക്കി. ക്രിസ്ത്യൻ റൊമാരോയ്ക്ക് പരിക്കേറ്റതോടെ പകരം നിക്കോളാസ് ഓട്ടാമെന്റി എത്തി. മുന്നേറ്റത്തിൽ ജൂലിയൻ അൽവാരസിനെയും നിക്കോ ഗോൺസാലിനെയും ഇറക്കി. എന്നാൽ അവസാന മിനിറ്റുകളിൽ ഓസ്ട്രിയ പന്ത് കൈവശം വെച്ച് കളിച്ചതോടെ അർജന്റീന പ്രതിരോധത്തിലായി.